മക്കളെ, നമ്മൾ CUET അപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡീറ്റെയിൽ വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു. ആരൊക്കെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, അതിൻ്റെ ഫീ എത്രയാണ്, എല്ലാ ഡീറ്റെയിലും പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് ഒരുപാട് കുട്ടികൾ ചോദിച്ച കുറേ ചോദ്യങ്ങളുടെ ഉത്തരവാണ് ഈ വീഡിയോയിൽ. അതായത് മെയിനായിട്ട് CUET ഏതൊക്കെ കോഴ്സാണുള്ളത്, ഏതൊക്കെ കോളേജുകളാണുള്ളത്, അതേപോലെ ആ കോഴ്സിന് ആ കോളേജിൽ എന്തൊക്കെയാണ് എലിജിബിലിറ്റി, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു, പ്രാക്ടിക്കലി നമുക്കത് എല്ലാം കൂടെ പറയുക പോസിബിൾ അല്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് നിങ്ങളുടെ കോഴ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റി, ഇഷ്ടപ്പെട്ട കോഴ്സ്, അതിന് വേണ്ട എലിജിബിലിറ്റി, അതിന് ഹയർ സെക്കൻഡറിയിൽ എന്തൊക്കെ പഠിച്ചിരിക്കണം, ഇതൊക്കെ മനസ്സിലാവാൻ വേണ്ടി നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന ഒരു പ്രൊസീജിയറാണ്. അത് നിങ്ങൾക്ക് മൊബൈലിലാണെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ CUET.nda.nic.in എന്നുള്ള സൈറ്റിൽ കയറുക. ഞാൻ ഈ സൈറ്റ് അഡ്രസ്സ് ഇവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞ അതേ അഡ്രസ്സ്, അല്ലെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ കയറുന്ന ആ സൈറ്റ്. അങ്ങനെ CUET.nda.nic.in കയറിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജാണ് കാണുക. അപ്പോൾ അതിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, അതിൽ താഴെ രണ്ട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെ പബ്ലിക് നോട്ടീസും ഉണ്ടാവും, ന്യൂസ് ആൻഡ് ഈവൻറ്റും ഉണ്ടാവും. അതിൽ പബ്ലിക് നോട്ടീസ് നമ്മുടെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ ന്യൂസ് ആൻഡ് ഈവൻറ്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ന്യൂസ് ആൻഡ് ഈവൻറ്റ്സ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് കാണിക്കുമ്പോൾ, ഒന്ന് ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് എലോങ് വിത്ത് ഇറ്റ്സ് ഓഫേർഡ് പ്രോഗ്രാം, അതേപോലെ ലിസ്റ്റ് ഓഫ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എലോങ് വിത്ത് ഓഫേർഡ് പ്രോഗ്രാം. ഇത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ആവും. ഈ രണ്ട് PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ആക്കി എടുക്കാം. എന്നിട്ട് ആ PDF നോക്കിയാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ കാണാം. ഞാൻ ആ PDF കൂടി കാണിക്കാം. ഇത് നോക്കാം. ഇതിപ്പോൾ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഇതാണ്. ഇപ്പോൾ ഡൽഹി ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി, അതേപോലെ മദൻ മോഹൻ മാളവ്യ യൂണിവേഴ്സിറ്റി, ഇങ്ങനെ കുറേ യൂണിവേഴ്സിറ്റികളുണ്ട്. ഇതിങ്ങനെ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് പോകാം. ഏകദേശം 17ഓളം പേജുണ്ട്. അതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ തൽക്കാലം ഒരു കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടി ആദ്യത്തെ ഡൽഹി ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി മാത്രം എടുത്തു. അതിൽ നിങ്ങൾക്ക് BA ഡിഗ്രികളാണുള്ളത്. ഇതാ നോക്കുക, BA BBA ഒക്കെ ഉണ്ട്. അതിലിപ്പോൾ ഒന്നാമത്തെ BA എക്കണോമിക്സ് നോക്കുകയാണെങ്കിൽ അതിൽ മാത്സ് പ്ലസ് എനി 2 അതർ സബ്ജക്റ്റ്. അതായത് നിങ്ങൾ എക്സാമിന് ചൂസ് ചെയ്യേണ്ടത് ഈ മിഡിൽ കോളത്തിലുണ്ട്. അതായത് ഏതൊക്കെയാണ്? മാത്തമാറ്റിക്സ് വേണം, എനി 2 അതർ സബ്ജക്റ്റ്, എനി 1 ലാംഗ്വേജ് ഓർ ഓൾട്ടർനേറ്റീവ് എനി 1 അഡീഷണൽ സബ്ജക്റ്റ്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് കാൻഡിഡേറ്റ് എന്ത് പഠിച്ചിരിക്കണം, ഹയർ സെക്കൻഡറിയിൽ 50% മാർക്ക് വേണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം ഓരോ യൂണിവേഴ്സിറ്റിയിലും എന്തൊക്കെ. അപ്പോൾ അതാ ഇവിടെ ഇതിൽ നോക്കിയാൽ BPharm, ഇപ്പം മദൻ മോഹൻ മാളവ്യ യൂണിവേഴ്സിറ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ BPharm കോഴ്സുണ്ട്, BTech കോഴ്സുകളുണ്ട്, ഇങ്ങനെ കുറേ ഉണ്ട്. അതുപോലെ പാരാമെഡിക്കൽ കോഴ്സ് ഇത് നോക്കാം, ഇവിടെ ബാച്ചലർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ PDF സെർച്ച് കൊടുത്തുകൊണ്ട് കോഴ്സ് എടുക്കാം. ഇപ്പോൾ ഫിസിയോതെറാപ്പി, അപ്പോൾ BPT നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് BPT എന്ന് സെർച്ച് ചെയ്താൽ BPT കോഴ്സ് കാണാം, ബാച്ചലർ ഓഫ് ഫിസിയോതെറാപ്പി. അപ്പോൾ അതിൽ നോക്കുക, ഇംഗ്ലീഷും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും. ബയോളജിക്ക് പകരം വേണം ബയോളജിക്കൽ സ്റ്റഡീസോ ബയോടെക്നോളജി ഒക്കെ എടുത്താൽ മതി. ഇത് 4 നിങ്ങൾ CUET പാസ്സാവണം. അതേസമയം നിങ്ങൾക്ക് +2 ഫിസിക്സ് കെമിസ്ട്രി ബയോളജിക്ക് മിനിമം 60% ഉണ്ടാവണം. അപ്പോൾ ഈ എലിജിബിലിറ്റി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ശ്രദ്ധിക്കുക, യൂണിവേഴ്സിറ്റിയുടെ പേര് ഇവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ കോളേജിൻ്റെ പേര്, ഇവിടെ കോഴ്സ് ഉണ്ടാവും. ഇത് നിങ്ങൾ CUET പാസ്സാവേണ്ടതാണ്. ഇവിടെ നിങ്ങൾ ഹയർ സെക്കൻഡറിയിൽ പാസ്സാവേണ്ടതാണ്, അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിയിലെ എലിജിബിലിറ്റിയാണ്. അപ്പോൾ ഇത് ഓരോന്നും സെപ്പറേറ്റ് കോളത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് നമ്മൾ നോർമൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് നോക്കുമ്പോഴും ഉണ്ടാവുക. ഞാൻ ആ PDF കൂടി കാണിക്കാം. ഇവിടെ നോക്കുക, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. അവിടെ BA കോഴ്സുകളുണ്ട്, കൊമേഴ്സ് കോഴ്സുകളുണ്ട്, സയൻസ് കോഴ്സുകളുണ്ട്, സയൻസിൽ അഗ്രികൾച്ചർ ഉണ്ട്. അഗ്രികൾച്ചറിൽ നോക്കുക, ഇപ്പം ഞാൻ ഈ ഒരു കോളം മാത്രമാണ് എടുത്തിരിക്കുന്നത്, ബാച്ചലർ ഓഫ് സയൻസ് അഥവാ അഗ്രികൾച്ചറിൻ്റെ കോഴ്സാണ് എടുത്തിരിക്കുന്നത്. അതിലിപ്പോൾ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ അഗ്രികൾച്ചർ കോഴ്സിനെ കുറിച്ച് നോക്കുക. അഗ്രികൾച്ചർ കോഴ്സിൽ നോക്കുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ കെമിസ്ട്രി, മാത്സ്, ഫിസിക്സ് CUET എഴുതിയിരിക്കണം, അല്ലെങ്കിൽ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് എഴുതിയിരിക്കണം. ഇങ്ങനെ ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ, ഇത് 3 എഴുതിയിരിക്കണം, അല്ലെങ്കിൽ ഇത് 3 എഴുതിയിരിക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുപോലെ ഹയർ സെക്കൻഡറിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, അല്ലെങ്കിൽ മാത്സിന് പകരം ബയോളജി പഠിച്ചിരിക്കണം. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി കമ്പൽസറി ആണ്. അപ്പോൾ ഇങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റി, അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ഥലത്ത് നിന്ന് യൂണിവേഴ്സിറ്റി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ഉണ്ടോ നോക്കി അതിന് CUET നിങ്ങൾ ഏത് എഴുതണമെന്ന് പ്ലാൻ ചെയ്ത്, ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടാവണമെന്ന് നോക്കി. അപ്പോൾ ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ലെസ് ദാൻ 16 വയസ്സിൽ താഴെ ആവരുത്, അതേപോലെ 25 വയസ്സിൽ മേലെയും ആവരുത്. അപ്പോൾ ഇതിൽ ചില കോഴ്സുകൾക്ക് ഏജ് ബാരിയറൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഓരോ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഈ 2 PDF നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ്, അതിന് നിങ്ങൾ CUET എന്ത് എഴുതണം, അതിന് ഹയർ സെക്കൻഡറി നിങ്ങൾക്ക് എന്ത് എലിജിബിലിറ്റി ആണുള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് പ്രാക്ടിക്കലി എല്ലാം പറയുക ബുദ്ധിമുട്ടാണ്, കാരണം ഇത് കുറേ പേജുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞു. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.